എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാംഗ്ലൂർ വന്നിട്ട് നെക്സ്റ്റ് ഡേ ആയി. ഇന്നലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ വന്ന് കിടന്നുറങ്ങി ക്ഷീണം കാരണം. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മൾ എണീച്ച് പല്ലിച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും റെഡിയായി. പച്ചക്ക് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സ്പോട്ട് നമ്മൾ കവർ ചെയ്തിട്ട് നമ്മൾ ഈവനിങ് ആകുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകും. അത് ബൈ കാറല്ല, കാരണം ഒരുപാട് കാറിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അത് ഞങ്ങൾ പിന്നീട് പറയാം. നമ്മൾ ആദ്യം പോകുന്നത് ഇന്ന് ഇവിടുത്തെ രാമേശ്വരം കഫേ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വെജ് റെസ്റ്റോറൻ്റ് ആണ്. നോക്കാം. അപ്പം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പൊ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അപ്പൊ നമ്മള് കാർ എടുക്കാതെ നടന്നു പോവാൻ തീരുമാനിച്ചു. കടലത്ത് കൂടെ അല്ലേ? കുറച്ചല്ലേ ഉള്ളൂ ഇവിടുന്ന് 500 മീറ്റർ. അത്രേ ഉള്ളൂ എന്നാ പറഞ്ഞ. അപ്പൊ നമുക്ക് നടന്നു പോയിട്ട് ഇഡ്ഡലി കഴിച്ചിട്ട് വരാം. ഇഡ്ഡലി നടന്നുകൂടെ പെണ്ണിനെ കണ്ടോള്. ഓളെ ചെരുവ് എന്റെ ചെരുവ് ഒരേ ചെരുവ. ഞാനും ഓളും സ്റ്റുഡിയോന്നാ വാങ്ങിയത്. സ്റ്റുഡിയോ ഇപ്പൊ ചെരുപ്പ് വാങ്ങിക്കൂടെ അല്ലേ? മറ്റേ യൂണിഫോം പോലെ മറ്റേ നമ്മള് ഈ സിനിമയില് പറയില്ലേ, എന്തിനു നീ രമേശന്റെ കടയെന്നാലേ വാങ്ങിയ അതുപോലെയാണ്. പൊടി ഇഡ്ഡലി വാങ്ങി, സാധാ ഇഡ്ഡലി വാങ്ങി, പൊങ്കൽ വാങ്ങി, പിന്നെ ഇത് ഇവിടുത്തെ സ്പോർട്സ് സലാഡോ. പൊങ്കലിന് ഫുള്ള് നെയ്യാ. പൊടി ഇഡ്ഡലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കാരണം ചെന്നൈ പോകുന്ന സമയത്ത് മുരുകൻ ഇഡ്ഡലിന്ന് സ്ഥിരം കഴിക്കാറുണ്ട്. അവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? ഇത് ഇഡ്ഡലി തന്നെ ഡിഫറെൻ്റ് ആണല്ലോ. ഇഡ്ഡലി വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഇഡ്ഡലി പോലെ അല്ല, ഒരു വലുപ്പൊക്കെ ആയിട്ട് സംഭവം അടിപൊളിയാണ്. പൊങ്കൽ അതുപോലെ തന്നെ എണ്ണ കൂടുതലുണ്ട് എന്നുള്ളൂ. അതിന്റെ മേൽഭാഗത്തുനിന്ന് പോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം കഴിക്കാം. ഇഡ്ഡലി അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്, നോർമൽ. പിന്നെ എന്താ പറയുക, സാമ്പാറും ചട്നിയും, 2 ടൈപ്പ് ചട്നിയും ഒരു സാമ്പാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒരു കോഫി ടീ കൂടി വാങ്ങി. അങ്ങനെ ഇഡ്ഡലി കഴിച്ചു. ആ ചട്നിക്ക് നല്ല എരിവുണ്ട്. നമ്മളെ രാമശ്ശേരി ഇഡ്ഡലീൻ്റെ ഒരു ടൈപ്പല്ലേ ഇത് വരുന്നത്? സാധാ ഇഡ്ഡലിനെയും കാട്ടി രാമശ്ശേരി ഇഡ്ഡലീൻ്റെ പോലെ ഉണ്ട്. അയ്യോ ഇഡ്ഡലി ശരിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടാറില്ല. സാധനം കിട്ടും, പക്ഷെ ഇതിന്റെ ഒരു പകുതി ടേസ്റ്റ് പോലും നമുക്ക് ശരിക്കും വെജ് റെസ്റ്റോറന്റ് നമ്മൾ ഇഡ്ഡലി ഒക്കെ കഴിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ മൂക്കൊക്കെ എരിയണ്, തൈക്കിടുന്നതായിട്ട് പറ്റുമ്പോൾ പിന്നെ ഡും 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 കെട്ടുക. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇതാഞ്ഞിപ്പോൾ പോവാണ്. ലഗേജ് കുറച്ചൊക്കെ കാറിൽ കയറ്റി, ബാക്കിയും കൂടി ഞങ്ങൾ എൻ്റെ അല്ല മൂപ്പരെ തോളിലുണ്ട്. നമുക്ക് പോവാ നവാപുരി. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ബാംഗ്ലൂരിലെ തിരക്കുകൾക്കിടയിൽ കൂടെ ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ആദ്യം നമ്മുടെ ഒരു ഹേമേച്ചി എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, ഇവിടെ സൈബർ ക്രൈമിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അപ്പം ചേച്ചിനെ നമ്മളൊന്ന് പോയിട്ട് ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേച്ചിനെ കണ്ടിട്ടേ പോകാറുള്ളൂ. അതുകൊണ്ട് അവിടെ ഒന്ന് പോയിട്ട് അവരൊന്ന് കണ്ടിട്ട് നമ്മൾ ഓഫീസിലാണ്, അതുകൊണ്ട് അവിടേക്കാ പോകുന്നത്. നമ്മള് നേരെ അപ്പം നമ്മൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എയർപോർട്ടിലേക്ക് പോകും. കാരണം എയർപോർട്ടിൽ ഇപ്പം നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കുറച്ച് നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല. ശരിക്കും ഈ ബാംഗ്ലൂരൊക്കെ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പം മറ്റേ വെക്കേഷൻ ടൈമും കൂടിയാണല്ലോ, അപ്പൊ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യാനും ഒക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അത് മിക്കപ്പോഴും ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വെക്കേഷൻ ആണെങ്കിൽ കൂടെ രക്ഷിതാക്കൾക്ക് മറ്റേ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം പലരും പ്ലാൻ ചെയ്യുക എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൈഡേ ഈവനിങ് അല്ലെങ്കിൽ ഫ്രൈഡേ നൈറ്റൊക്കെ വന്ന് സാറ്റർഡേ സൺഡേ ഇവിടെ കണ്ട് തിരിച്ചു പോവാന്നുള്ളതായിരിക്കും മിക്കവരുടെയും പ്ലാന്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യരുതെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഈ സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷാണ് ബാംഗ്ലൂർ. ഇപ്പം ഇവൻ നമ്മൾ വണ്ടി എടുത്ത് വരികയാണെങ്കിൽ തന്നെ
ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും നല്ലത് ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ ഈ സമയത്തൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെട്രോ യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും. അതല്ലാന്നുണ്ടെങ്കിൽ ഊബറൊക്കെ പിടിച്ച് പോകാൻ കഴിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാനുവൽ വണ്ടികളൊക്കെ എടുത്തു വരികയാണെങ്കിൽ കഴിഞ്ഞു കഥ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ആ ചേച്ചിയുടെ സൈബർ ക്രൈം ഓഫീസിലേക്ക് എത്താറായിട്ടുണ്ട്. അതിനു മുൻപ് നമുക്ക് ഇന്ധനം അടിക്കണം. ഇന്ധനം നിർബന്ധമാണല്ലേ? എനിക്കാവൂലട്ടോ തള്ള. ക്യാമറ പിടിച്ച് തള്ളതിട്ടല്ലേ ഇനി എല്ലാതുള്ള തള്ളു കൂടെ വേണ്ട. അങ്ങനെയല്ല, വണ്ടി തള്ളരി വയ്യാതെ. അതെ അതെ. ഇവിടെ എത്രയാ പെട്രോളിന് ഡീസലിന്? ഇവിടെ 91. നമ്മുടെ നാട്ടിൽ 95 സംതിങ് 96 രൂപ വരും. ഏകദേശം ഒരു 4-5 രൂപയുടെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ഇതാണ് ഞങ്ങളെ ഹേമേച്ചി. ഞങ്ങള് എപ്പോ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. ചേച്ചിനെ പരിചയപ്പെട്ടിട്ട് ഇപ്പൊ എത്ര ഒരു 3 വർഷമായി. അപ്പൊ 3 വർഷത്തിന്റെ ഇടയിൽ എപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഹേമേച്ചിനെ വിളിക്കും. പക്ഷെ ഹേമേച്ചി എപ്പോഴും ഞങ്ങളോട് പറയും ഞാൻ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറയണമെന്ന് വെച്ചാൽ പറ്റും. നമുക്ക് നേരത്തെ പറയണ അങ്ങനെ ഒരു ശീലമില്ലല്ലോ. എപ്പോ വരുമൊക്കെ പോകുന്ന നമുക്ക് അറിയാത്തവരൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു തവണ വീട്ടിൽ പോയിട്ട് ഒരു തവണ വീട്ടിൽ പോയിട്ട് ചേച്ചി ഫുഡൊക്കെ ചോറും മലക്ക് പോകുന്നതിനെ കൊണ്ട് വെജിറ്റേറിയൻ. മോള് മാല ഇടുന്ന അതുകൊണ്ട് എല്ലാരും വെജിറ്റേറിയൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിൽ പോവാത്തത്. പക്ഷെ ചേച്ചി ബിരിയാണി ഉണ്ടാക്കിയിട്ട് ചേച്ചി ബിരിയാണി നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാക്കും. ഇപ്പോഴും ചിക്കൻ കൊണ്ടുവന്ന് കഴിച്ചിട്ട് പോകണം. ഓ അത് കഴിക്കും. രണ്ടാൾ ഒരേ കളർ ഡ്രസ്സാണല്ലോ. എന്തോ പ്ലാനിങ് നടന്നിട്ടുണ്ടല്ലോ. എന്തോ പ്ലാനിങ്. ഞങ്ങൾ ഇങ്ങോട്ട് ഇന്നലെ ചേച്ചിക്ക് മെസ്സേജ് ചെയ്തു. അപ്പൊ ചേച്ചി ലേറ്റ് ആയിട്ടാ റിപ്ലൈ തന്നെ. പിന്നെ കഴിഞ്ഞ് രാവിലെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എവിടെയാ ഓഫീസിലാണ് പറഞ്ഞപ്പോ പോരാന്ന് നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങി ആ സമയത്താണ് ഞാൻ ചേച്ചീനെ മെസ്സേജ് ചെയ്യുന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ ഇട്ടുതരാൻ പറഞ്ഞപ്പോ ചേച്ചി ലൊക്കേഷൻ ഇട്ടെന്നു. അപ്പൊ തന്നെ ഇങ്ങോട്ട് പോകുന്നു. അല്ലാണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോലും ചേച്ചി രാവിലെ എങ്ങാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളല്ല. കാരണം ചേച്ചി നല്ല തിരക്കിലായിരിക്കും. കാരണം ഞങ്ങളിപ്പോ ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഒരു നാണമില്ലാതെ ഒരാള് കൊണ്ടുവന്ന് ഫുഡ് ഒരു ഉൾപ്പില്ലാതെ ചേച്ചിനെ നിർബന്ധിച്ചിട്ടാണ്. നല്ല നമ്മളെ നാടൻ കറിയുണ്ട്. രമീസിന് കൊടുക്കണം ടേസ്റ്റ്. അതന്നെ നാടൻ കറിയുടെ സ്മെല്ല്. ചേച്ചി ഞങ്ങളെ കഴിക്കാണ്ട് പോവാൻ സമ്മതിക്കണില്ല. അതുകൊണ്ട് ചേച്ചീന്റെ സന്തോഷത്തിന് നമ്മള് ചിക്കൻ കഴിക്കും. നമ്മളെ നാടൻ കറിയും. ചേച്ചി ഇവിടെ ജനിച്ചതും വളർന്നൊക്കെ ചേച്ചി ഇവിടെ അല്ലേ? ചേച്ചി ഇവിടെ ബാംഗ്ലൂരുകാരിയാണ്. പക്ഷെ കല്യാണം കഴിച്ചത് പാലക്കാട്ടേക്കാണ്. നമ്മളെ നാടൻ ചിക്കൻ കറി അതിനോട് ബാംഗ്ലൂർ വന്നേരം നമ്മൾ നാടൻ ചിക്കൻ കറി കഴിക്കണമെങ്കിൽ നമ്മളെ മലയാളീസിൻ്റെ അടുത്ത് കൊണ്ട്. പക്ഷെ ചേച്ചി ഇത്രയും ചോറ് മാത്രമേ കഴിക്കുള്ളൂ. അതിൽ വേറെ ഇതൊക്കെ ഉണ്ടല്ലോ, ക്യാരറ്റ് ഉണ്ട്, അതിൽ തൈരുണ്ട്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവും ഫുള്ളാവും. അങ്ങനെ നമ്മള് ഹേമ ചേച്ചിനെയൊക്കെ കണ്ട് അവിടുന്ന് ഹേമ ചേച്ചി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ചിക്കൻ കറീൻ്റെ പീസൊക്കെ തിന്നിട്ട് ഇറങ്ങി. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫിനിക്സ് മാളിലേക്കായിരുന്നു കേട്ടോ. ഫുഡ് ഒരു മെയിൻ ഘടകമായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ഫിനിക്സ് മാളിൽ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് വിശന്നു. നമ്മളെ കൂടപ്പറപ്പായതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് നമുക്കിപ്പം വയറിന് സുഖമായിട്ട് തിന്നാൻ പറ്റിയൊരു സാധനം കേർഡ് റൈസ് ആയതുകൊണ്ട് ഞാൻ കേർഡ് റൈസ് വാങ്ങി. നല്ല മാങ്ങേൻ്റെ അച്ചാറും ഉണ്ട്. രണ്ടും കൂട്ടുക. അങ്ങനെ നമ്മൾ കേർഡ് റൈസ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് ഇറങ്ങാം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ട്രാഫിക്കിൽ പെട്ടിട്ട് പണിയാവും. അതെ. അപ്പൊ ഇനി ടൈം ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ ഓൾറെഡി നമുക്ക് ഫ്ലൈറ്റ് മിസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അത് ആവർത്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാ, നേരെ ഇപ്പൊ നമ്മൾ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ താഴത്തെ നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് കഴിക്കാം അല്ലേ? എയർപോർട്ടിൽ ലോഞ്ചിൽ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ലോഞ്ചിൽ നിന്ന് കഴിക്കട്ടെ. ഞാൻ വെറുതെ നോക്കിയിരിക്കും. ഇതാണ് ഞാൻ ആ പറഞ്ഞ സംഭവം. മറ്റേ സിംഗപ്പൂരുള്ള എയർപോർട്ടിന്റെ ഉൾഭാഗത്ത് ചങ്കി എയർപോർട്ടിൽ ഇതുപോലൊരു സംഭവം ഉണ്ട്. ഇങ്ങനെ ഇരിക്കാനും നടക്കാനും. ഇവിടെ ആൾക്കാർക്ക് വെറുതെ വന്ന് ഇങ്ങനെ ഫോണ് കളിച്ചൊക്കെ ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഇപ്പോൾ കാറിൽ കയറി മാളിൽ നിന്നൊക്കെ ഇറങ്ങി. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല.
ഇത് ആള് അന്തി ആടെന്ത് നമ്മളൊരു കൂളിംഗ് ഗ്ലാസിന് വില ചോദിച്ചപ്പോ അതിനെത്ര 2 ലക്ഷം ഒരു പറയണേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ലിപ്സ്റ്റിക് വാങ്ങാൻ നോക്കി, അതിനും ഇതേപോലെ ലക്ഷങ്ങൾ പറയും. ഡ്രസ്സ് വാങ്ങാൻ നോക്കിയപ്പോ അതിന് 1000 പറയും. 1000 10,000 പറഞ്ഞേ? എത്ര 60 റുപ്യ അല്ല പറഞ്ഞേ? 60,000 അല്ല പറഞ്ഞേ? അതന്നെ 60,000 റുപ്യ. ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കാൻ എവിടെയാ കയറിയ? മേബാക്കില്. ലിപ്സ്റ്റിക് വാങ്ങിക്കാൻ എവിടെയാ കയറിയ? അർമാനിയില്. പക്ഷെ എന്തായാലും ഇങ്ങനെ പിന്നെ അർമാനി മറ്റേ മേബാക്കിൽ പോയിട്ട് എനിക്ക് 1000 റുപ്യന്റെ കൂളിംഗ് ഗ്ലാസ് ഇടണം. പക്ഷെ എന്നാൽ ഇത്രയൊക്കെ പൈസ എന്തിനാണ്? പാവം നമ്മൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മള് ഹൈലൈറ്റ് എന്താണ് ലുലുമാള് ഹൈലൈറ്റ് ഒക്കെ സ്വർഗാണ്. പാർക്കിങ്ങോ? ഭയങ്കര ചാർജ്. ഒരു മണിക്കൂറിന് 120 രൂപ. അഡീഷണൽ അവറിന് 30 രൂപ. ഇത് എക്സ്ട്രാ ഒരു മണിക്കൂറുകൾ കൂടുന്ന സമയത്ത് 30 രൂപ പെർ അവറിന് കൂടാ. നമ്മളെ ഹൈലൈറ്റ്. പക്ഷെ മാളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അത്രയും വെൽ മെയിൻറ്റൈൻഡ് എന്നൊക്കെ തന്നെ പറയാം. ആണ്. പക്ഷെ അതില് ഒരുപാട് ഫുഡായാലും അവിടുത്തെ ഫുഡ് കോർട്ട് ആണെങ്കിലും ഒക്കെ ഭയങ്കര അത്രയും നീറ്റായിട്ട് അത്രയും കാമൻ ഗോറ്റായിട്ടുള്ള ഒരു നല്ല വൃത്തിയുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവള് പറയുന്നത് നോക്കണ്ട, കാരണം ഇവള് മേബാക്കിൽ കയറിയിട്ടാണ് പിന്നെ കൂളിംഗ് ഗ്ലാസിന്റെ വില ചോദിക്കുന്നത്. പിന്നെ അർമാണീൻ്റെ ഷോറൂമിൽ കയറിയിട്ടാണ് മറ്റേ ലിപ്സ്റ്റിക്കിന്റെ വില ചോദിക്കുന്നത്. പിന്നെ വേറെ ഏതൊരു ബ്രാൻഡ് എനിക്ക് ഓർമ്മയില്ല, ഏതൊരു വലിയൊരു ബ്രാൻഡിന്റെ ഫോറിൻ ബ്രാൻഡിന്റെ ഷോപ്പിൽ കയറിയിട്ടാണ് പിന്നെ ഇവളുടെ ഡ്രസ്സിന്റെ വില ചോദിക്കണേ. ഡ്രസ് ഓക്കെ ഓരോരോ ബ്രാൻഡിന്റെ. ഈ പാർക്കിങ്ങോ? അതൊക്കെയാണ്, കാരണം അത്രയും എമൗണ്ട് ഒന്നും ഭയങ്കര എമൗണ്ടായി പാർക്കിങ്ങിന്. അതന്നെ സാധാരണക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര വമ്പൻ പണച്ചാക്കുകൾക്കൊക്കെ അന്ന് എത്ര വേണമെങ്കിലും 1000-നും 1,00,000-ത്തിനൊക്കെ നമുക്ക് ഡ്രസ്സും കൂളിംഗ് ഗ്ലാസും ഒക്കെ വാങ്ങാം. പക്ഷേ നമ്മളെ കൊണ്ട് അടുക്കൂല. നമുക്ക് പാവം നമ്മളെ ലെൻസ് കാട്ടും ഇതൊക്കെ പറ്റുള്ളൂ. അപ്പം ഞങ്ങളിതാ ഇപ്പം നേരെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ട് ഇനി നല്ല ട്രാഫിക് ഉണ്ട്. ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട്. അങ്ങനെ ബാംഗ്ലൂർ സിറ്റിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഇപ്പം ഞങ്ങൾ എയർപോർട്ട് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്. എന്താ കറങ്ങണേ? അതാണ് ATS. എന്നുവെച്ചാ ഇതിന്റെ കൺട്രോളിംഗ് ഇല്ലേ, ഫ്ലൈറ്റ് ലാൻഡിംഗ് പൈലറ്റിനോട് സംസാരിക്കണതാ? അതെ. ഓഹോ, ഇത്രയും ഹൈറ്റിലിരുന്നിട്ട് അവര് സംസാരിക്കുന്നത്? VIP ടെർമിനൽ ഡിപ്പാർച്ചർ. നമ്മള് VIP ടെർമിനലിലേക്കാണോ അല്ലെങ്കിൽ നമ്മള് സാധാ ടെർമിനലിലേക്ക്? അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ എയർപോർട്ടിന്റെ അവിടെ പാർക്കിങ്ങിലെത്തി. അവിടെ കാറ് പാർക്ക് ചെയ്തു, വേണ്ട ലഗേജ് ഒക്കെ എടുത്ത് നമ്മളിതാ എയർപോർട്ടിന്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടേക്കാ പോണേന്നല്ലേ അറിയട്ടെ? ഗോവ. എവിടെ? ഗോവ. ഗോവയോ? ഗോവയല്ല, ഗോവ. എന്താ ഗോവയിൽ എന്താ? ഗോവ പറയില്ലല്ലോ, ഗോവ. ഗോവയിൽ എന്താ? വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ ഒന്നൊന്നും. ഞാനും കുറേ ദിവസമായി ഇങ്ങനെ ഗോവയിൽ പോണെന്ന് ഇങ്ങനെ വിചാരിക്കുന്നത്, കുറച്ച് ചെറിയ ചെറിയ പ്രവൃത്തികൾക്കൊക്കെ ആയിട്ട്. നിങ്ങള് കുളിച്ചിതണ്ടാ, സാധാ പോയി വന്നാ മതി. നമ്മള് പോയിട്ട് നമുക്ക് വായി നോക്കിട്ട് പോയി, വായി നോക്കി പോയി. ഈ റൂമിൽ ഇരിക്കുക, ഞാൻ പുറത്ത് പോയിട്ട് ഞാനേടെ ബാൽക്കണിയിൽ നോക്കി വായി നോക്കാന് അതൊന്നും പറ്റൂല. നമുക്ക് രണ്ടാക്കും കൂടി പോയിട്ട് നിങ്ങൾ വായി നോക്കിയാ ഞാനും വായി നോക്കി. എന്തായാലും അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഇഷ്ടം പോലെ കാർ ഉണ്ട് കേട്ടോ ഇവിടെ പാർക്ക് ചെയ്ത്. പക്ഷെ പാർക്കിങ്ങിന് എമ്മാതിരി ചാർജ് അവര് എന്താക്കുന്നേ, ഈടാക്കണേ. ഒരു ദിവസത്തേക്ക് 600 റുപ്യ. അത് കൂടാണ്ട് ഇപ്പൊ എക്സ്ട്രാ നമ്മള് ദിവസം നിക്കുകയാണെങ്കിൽ സെപ്പറേറ്റു. വല്ലാണ്ട് പീണുണ്ടല്ലേ അവര്, പീഞ്ഞിങ്ങനെ എടുക്ക. അതാ വിമാനം. അങ്ങനെ ടെർമിനൽ 1ലേക്ക് ഇതാ ഇപ്പുറത്തേക്ക് പോണെങ്കിൽ നമ്മള് അങ്ങനെ ചുറ്റി പോണതിന് പകരം നമുക്ക് ഇതാ അവിടെ ലിഫ്റ്റ് ഉണ്ട്, എലിവേറ്റർ. ടെർമിനൽ കളിക്കല്ല, ഞാനും ഉണ്ട് ഇവിടെ. ഈ സൈഡൊക്കെ അവർ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതൊക്കെ ഗാർഡൻ പോലെ പിടിപ്പിച്ചല്ലേ. അതൊക്കെ അങ്ങനെ ആ വരുന്ന വഴിക്കൊക്കെ നല്ല ഗാർഡൻ, നല്ല പുഷ്പിച്ച് നടക്കണ്ട, അങ്ങനെ ഗുണുണ്ട്. പക്ഷെ എങ്ങനെയാലും ഇവിടെ നിന്ന് പോണേനു എല്ലാരും ഇതിനകത്ത് നിൽക്കുമ്പോ നോക്കിക്കൊണ്ട് തന്നാലെ കാല് മുന്നോട്ട് നീളും. നമ്മൾ നടന്നു ഇങ്ങനെ ചോർച്ചനെ ഇങ്ങനെ നമ്മളിങ്ങനെ നിന്ന് ഇങ്ങനെ പോവുക. അപ്പൊ മറ്റേ ഏതോ ദേവലോകത്ത് ഇങ്ങനെ പോടേരില്ല, ഇങ്ങനെ അന്തം വിട്ടേരി. ദേവലോകത്തേക്കോ? അല്ല, ഐ മീൻ അങ്ങനെയല്ല, ഇങ്ങനെ. ഏത് മീന്? ഐ മീൻ നെയ്മീനോ?
ഐ മീൻ മത്തി. ഞാൻ മീൻ ചെയ്തത് നമ്മൾ ഇങ്ങനെ നിക്കുമ്പോ നമ്മളല്ല നീ എങ്ങനെ നിക്കുമ്പോ ഞാൻ അപ്പൊ നിങ്ങളെന്താ കുത്തിരിക്കണം. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ നിക്കുമ്പോ നമ്മളിങ്ങനെ മറ്റേ ദേവലോകത്തൊക്കെ മറ്റേ റാണിമാരൊക്കെ ഇങ്ങനെ മറ്റേ ഇങ്ങനെ പിടിച്ചും കേട്ട് ഇങ്ങനെ പോവല്ലേ, അതുപോലെയല്ലേ ഉണ്ട്. ഇങ്ങനെ പോവാണെങ്കിലും ഒന്നിങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇങ്ങനെ നീട്ടണം, ഇങ്ങനെ നീട്ടണം. അപ്പൊ ഒരു സുഖല്ലേ? വലിയ സുഖമൊന്നുമില്ല. പട്ടിപ്പണിയാണ് കേസ്, പട്ടിപ്പണിയാണ് കേസ്. ഈ വീഡിയോയിൽ കാണുന്നത് ഒന്നും സത്യമല്ല, ഇതിന്റെ ബിഹൈൻഡില് കുറെ കാര്യങ്ങളുണ്ട്. കണ്ടോ, ഇതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. വീഡിയോയിൽ നിങ്ങൾ കാണുന്നതൊക്കെ മറ്റേ വെറുതെ ഒരു ആക്ടിങ് മാത്രം, ഇവളുടെ ആക്ടിങ് മാത്രമായിട്ട് നിങ്ങൾ കാണുന്നത്. ഇതാണ് റിയാലിറ്റി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നേരം ആ ബാഗ് എന്റെ കൈവിലല്ലേ അതെ, ആ ഷോട്ട് കഴിഞ്ഞിട്ട് ഈ ബാഗും കാര്യങ്ങളൊക്കെ നീ എൻ്റെ അടുത്ത് തന്നില്ലേ, എന്നിട്ട് ഞാൻ വെറുതെ നടന്നോണ്ടിരിക്കല്ലായിരുന്നു. അപ്പോഴല്ലേ നീ ഫോൺ വീഡിയോ എടുക്കണേ? സത്യം മറിച്ച് വെക്ക. അപ്പൊ ഞങ്ങളിതാ എസ്കുലേറ്റർ ഇറങ്ങി അപ്പുറത്തേക്ക് പോവാണ്. ഇവിടെ ഒന്നും സത്യം പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യക്കുട്ടിയില്ലല്ലോ, ഇതിലൂടൊന്നും ആരും വരൂല, ഇതിലൊന്നും ആരും വരുത്തില്ല. നമുക്ക് അങ്ങോട്ട് ആ വഴിയല്ലേ പോണ്ടേ? അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് മാറി കയറി പോയാലും, ഇന്റർനാഷണൽ ഫ്ലൈറ്റ് മാറി കയറിട്ട് ഓല് മറ്റേ ഇങ്ങനെ സാധനം ചെക്ക് ചെയ്യൂലേ, മറ്റേ നമ്മളെ ഇതെന്തേനു ആ സാധനത്തിന്റെ പേരെന്തേനു മറന്നു, മറ്റേ ടിക്കറ്റ് ചെക്ക് ചെയ്യൂലേ, ടിക്കറ്റ് ചെക്ക് ചെയ്യണ സമയത്ത് ആ പെണ്ണുങ്ങളോട് ഒന്ന് അങ്ങോട്ട് വെക്കൂന്ന് പറഞ്ഞിട്ട് ഓടിക്കയറി ഒന്നതേ അങ്ങോട്ട് വെക്കും. അപ്പൊ നമുക്ക് പാഞ്ഞു കയറിയാ മതി. പാഞ്ഞു കയറുന്ന സമയത്ത് ഓലെന്ത് ചെയ്യും, ഓല് കാണൂല, വേഗം കയറി ഏതെങ്കിലും സീറ്റ് ഒഴിഞ്ഞ സീറ്റ് കുത്തിരിക്കുക, ആളുള്ള സീറ്റ് കുത്തിരിക്കരുത്. അപ്പൊ അതിന്റെ ആള് വന്ന് നമ്മളവിടെ ഇരിച്ചു. എന്ത് ചെയ്യാനാ, എന്റെ കഴിവിനനുസരിച്ചുള്ള സീറ്റ് ഓല് തരുന്നില്ല. ഈ കഴിവെല്ലാം കൂട്ടി കിട്ടിട്ട് ഞാൻ ഒരു ദിവസം എടുത്ത് കെറ്റിലിടുപ്പോ. അതാണ് മുറ്റത്തെ മുല്ലക്ക് മണല്ല പറയൂലേ, നിങ്ങൾ എന്റെ കൂടെ തന്നെ ഉള്ളതിനെ കൊണ്ടാണ് നിങ്ങൾക്ക് എന്റെ വില മനസ്സിലാവാത്ത. കൊന്ന ഞാൻ പക്ഷെ എന്റെ തൈന്റെ വേരില്ലാത്ത മൊത്തങ്ങള് മൂത്ര വെച്ച് നശിപ്പിച്ചു. അതാണ് എന്റെ മുല്ലക്ക് മണല്ലാത്തത്. പാവം ഞാൻ ഭയങ്കര പാവല്ലേ. എന്നിട്ട് എന്തെങ്കിലും സമ്മതിച്ചു തരാത്തെ, നിങ്ങളെന്താ എന്നിട്ട് സമ്മതിച്ചു തരാത്തെ? ഞാൻ പാവാണെന്നുള്ളത് പിടിക്കണോ? എങ്ങനെ വീഡിയോ കട്ട് ചെയ്തിട്ട് ഈ അത് പറയോ? ഞാൻ പറയും, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യം ഞാൻ ചെയ്യലില്ലേ? ചെയ്യലുണ്ട്. പിന്നെന്താ ഇതൊക്കെ എടുത്ത് എന്റെ തലയിൽ കെട്ടി വെച്ചു. എന്ത് വർത്താനാ നിങ്ങൾ പറയണേ? ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യല. എന്താ ഹെൽപ്പ് ചെയ്യല? ഒന്ന് പറയും, ഒരെണ്ണം പറയും. ഹെൽപ്പ് മീൻസ് ലൈഫിലുണ്ടായ ഒരു ഹെൽപ്പ് പറയും. ലൈഫിലുണ്ടായ ഹെൽപ്പ് എന്നൊക്കെ പറയുമ്പോ ഞങ്ങളെ കൂടെ അല്ലേ, അത് ഹെൽപ്പ് അല്ല, അത് എനിക്ക് മനസ്സിലാവട്ടാ. ഞാൻ പോയി വരാം, എന്നെ യാത്ര അയക്കൂ. നിങ്ങൾ പോയിക്കോന്നെ, ഞാൻ ഇങ്ങനെ നടക്കും. മറ്റേ പണ്ടൊക്കെ ഇങ്ങനെ ഗൾഫില് എയർപോർട്ടിലൊക്കെ ഇങ്ങനെ കാത്തുക്കൂലേ, നമ്മള് ആൾക്കാരെ റിസീവ് ചെയ്യാൻ വേണ്ടി. അച്ഛൻ വരുമ്പോ ഒക്കെ ഇങ്ങനെ കാത്തുക്കൂലേ, ഇന്റെ അച്ഛൻ. അപ്പൊ അച്ഛൻ വരുമ്പോ ഇങ്ങനെ കാത്തുക്കുമ്പോ ഇതൊക്കെ ഇങ്ങനെ ഉന്തി പോകുമ്പോ അന്നൊക്കെ ഞാൻ വിചാരിച്ചു, ഈശ്വര നമ്മളൊക്കെ എന്നാണാവോ ഒരു ഫ്ലൈറ്റ് കയറാന്ന്. നമ്മള് എത്ര ഫ്ലൈറ്റ് കയറി? കുറേ ഫ്ലൈറ്റ് കയറി. ചെന്നൈക്ക് തെലുങ്കും വെലുങ്കും ഫ്ലൈറ്റ് പോയി. ഈ എയർപോർട്ടിൽ നമ്മള് രണ്ടാമത്തെ ആവണം അല്ലേ അങ്ങോട്ട് പോണത്. ഇങ്ങോട്ട് വരുന്ന നമ്മൾ ഇതുവരെ വന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊറേ 2 പ്രാവശ്യം നമ്മളെ മറ്റേ എയർപോർട്ടില് കയറാൻ പോവല്ലേ. നല്ല കോഫീൻ്റെ ആണോ തേടുന്ന പഠിച്ചോടി. കോഫി കുടിക്കുന്നതൊക്കെ വയറ് വരെ എടുക്കാവോ? പക്ഷെ അങ്ങനെയൊന്നും എന്റെ കൊതി കിട്ടൂല. പക്ഷെ എന്നാലും നല്ല മണുണ്ട്. നേരത്തെ നമ്മൾ മറ്റേ വരുന്ന വഴിക്ക് രാജകൊട്ടാരം പോലെ ഉണ്ട് പറഞ്ഞ് കാണിച്ചില്ലേ? അത് ശരിക്കും ഇതേനു, താജല്ല. താജ് അപ്പുറത്തൊരിങ്ങനെ എന്താ പ്രീമിയം ഫീൽ അല്ലേ, അടിപൊളി സാധനം. ഈ പ്രീമിയം ഇത്രയും പ്രീമിയം ഫീലിന്റെ ഇടയിൽ ഇത് നോക്കിയേ, കുത്തി വരച്ചത്. പക്ഷെ അതും ഒരു ആർട്ടാണ് ഏട്ടാ. തിരിഞ്ഞു നോക്ക്, എങ്ങട്ടാ തിരക്കിട്ട്. ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്തല്ലേ? എന്താ ഇങ്ങനെ? ഇതാണ് നമ്മള് പോണ ഫ്ലൈറ്റ്.
മറ്റേ ഇവര് പറയണ പോലെ ബോയിങ് ആ സംഭവം ഒന്നും പറയാക്കിച്ചല്ല. ഇത് നമ്മളെ കുഞ്ഞ ഫ്ലൈറ്റ്. വേഗം നമുക്ക് ആദ്യം കയറി സീറ്റ് എടുക്കണം. ആദ്യം സീറ്റ് ഇട്ടില്ലല്ലോ, ഇത്ര ആൾക്കാർ മുന്നിൽ നിൽക്കണില്ലേ. ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നുണ്ടാ ആ കുഞ്ഞ ഫ്ലൈറ്റ്. അപ്പൊ നമുക്ക് പുറത്തേക്ക് കാഴ്ചയൊക്കെ കാണണമെങ്കിൽ ആദ്യം കയറി സീറ്റ് എടുക്കണം. ചിലപ്പം വരുന്നവരൊക്കെ ചിലപ്പോ ഇവിടെ ഇങ്ങനെ കയറിയിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം കയറ്റി സീറ്റ് ആടി ഇരുന്നാലേ നമുക്ക് ശരി കാണാൻ. മറ്റേ കോക്പിറ്റിലിരിക്കുന്നു ഫ്രണ്ടില് സീറ്റ്. അതിനിപ്പോ പൈലറ്റുമ്പോൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആടി കയറി ഇരുന്നേനെ. പക്ഷെ ഇപ്പൊ എന്താ പറയാ അറിയോ, അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ വേറെ ഒരു കേറി കുത്തിരിക്കുന്നൊക്കെ പറയും. പക്ഷെ ആ ഇന്നത്തോളം വേറൊരു തെണ്ടിയുടെ ആവശ്യം ഇരിക്കില്ല. ഇനി ഞാൻ ട്രോള്. അപ്പൊ അവനവൻ കയറി കുത്തിരിക്കണം, ആണെങ്കിൽ കുത്തിരിക്കും. മറ്റവൻ കയറി കുത്തിരിക്കും പറയില്ലേ, ആ മറ്റവൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇല്ല തന്നെ കയറി. സീറ്റ് ബെൽറ്റ് ഇടുക. ഇപ്പൊ ഇതിട്ടില്ല പോണ വയ്ക്ക് ആർത്തിയെ പിടിക്കണ്ട. എമ്മീട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്തിൽ കൂടെ പോകുമ്പോ ഫൈൻ അടയ്ക്കാവൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ ബെൽറ്റൊക്കെ ഇട്ട് വിൻഡോ സീറ്റ് കിട്ടിയില്ലേ? ഒരു വെള്ളം മാത്രമേ നമുക്ക് തന്നുള്ളൂ. അല്ല തിന്നാനൊന്നും കിട്ടൂല, വിശക്കുന്നുണ്ട്. മറ്റേ മേലി എയർ ഹോസ്റ്റസ് ഇല്ലേ, ഇപ്പൊ ഒരു ബേക്കോട്ട് പോകാൻ വിളിച്ചിട്ട് ആ പെണ്ണിനോട് ഇങ്ങനെ കൊഞ്ചു കൊള്ളാം. प्रत्येक निकास पर लाल व सफेद रंग से स्पष्ट चिन्ह बने हैं और आपातकाल स्थिति में कैबिन से बाहर जाने का रास्ता. അങ്ങനെ നമ്മളിതാ ഗോവയിൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ എത്തി. അവിടെ എയർപോർട്ടിൽ മറ്റേ 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ നല്ല ഡിലേ ആയി അവിടെ നിന്ന് എത്താനും ഇങ്ങോട്ട് പോരാനും ഒക്കെ. അവസാനം എന്താ പറയുക, നല്ല വർക്ക് ക്ഷീണമുണ്ട്. ഇവിടെ റൂമിൻ്റെ കാര്യമൊക്കെ നാളെ വിശദമായിട്ട് അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ സമയം ഇപ്പം എത്ര, 2 മണിയോ? 2 മണിയായി. ഇതുവരെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ്, പിന്നെ ഒരു സാറ് കഴിച്ചില്ല. പിന്നെ എയർപോർട്ടിൽ നിന്ന് നമുക്ക് വീഡിയോ ഒന്നും അധികം ഓവറായിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പ്രോഹിബിറ്റഡ് ആണെന്ന് മറ്റേ അവിടെ പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ഓവറായിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിഞ്ഞു, വീഡിയോസ് ഒന്നും എടുക്കാൻ തീരെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഇപ്പം ഞങ്ങൾ റൂമിലെത്തി. ഇപ്പം അവർ ഫുഡ് പോയി വാങ്ങിക്കൊണ്ടുവന്ന് മൂപ്പര് അവിടെ നിന്ന് കഴിച്ച്. അപ്പോൾ വേറൊന്നും പറയില്ല. ഗുഡ് നൈറ്റ്, നാളെ കാണാം. ടാറ്റാ. ഞാൻ പോയി തന്നിട്ടോ.